കൃഷ്ണപുരം രാജ്യത്ത് സത്യസന്ധനും ബുദ്ധിമാനുമായ ഒരാൾ ജീവിച്ചിരുന്നു. രാജൻ എന്നായിരുന്നു അയാളുടെ പേര്. ഒരാൾ ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ അയാളുടെ പക്കൽ നിന്നും ഒരു പണക്കിഴി താഴെ വീണു പോവുകയും അത് നമ്മുടെ രാജൻ കാണുകയും ചെയ്തു. രാജൻ വിളിച്ചു പറഞ്ഞു, ചേട്ടാ, ചേട്ടന്റെ പണക്കിഴി ദാ താഴെ വീണുപോയി. രാജൻ പണക്കിഴി വഴിയാത്രക്കാരന് കൊടുത്തു. നന്ദിയുണ്ട് സുഹൃത്തെ, നിങ്ങൾ കണ്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ പണം നഷ്ടപ്പെടുമായിരുന്നു. എന്താണ് നിങ്ങളുടെ പേര്? രാജൻ. ഇനി മുതൽ നിങ്ങൾ വെറും രാജനല്ല, സത്യരാജ് എന്നാണ്. സത്യം മാത്രം പറയുന്നത് കൊണ്ട് നാട്ടുകാർ എല്ലാവരും അയാളെ സത്യരാജ് എന്ന് പേരിട്ട് വിളിച്ചു. ഒരിക്കലും കള്ളം പറയാത്ത അയാളുടെ സ്വഭാവം പ്രശസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ ആൾക്കാർ സത്യരാജിനെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെ രാജാവും ഭടന്മാരിൽ നിന്നും സത്യരാജിനെ കുറിച്ച് അറിയുവാനിടയായി. ഒരിക്കൽ പോലും കള്ളം പറയാത്ത സത്യരാജിനെ നേരിട്ട് കാണാൻ തന്നെ രാജാവ് തീരുമാനിച്ചു. ആരവിടെ? സത്യരാജിനോട് നമ്മെ വന്ന് കാണാൻ പറയൂ. രാജാവ് തന്നെ കാണണം എന്നറിയിച്ചതും അയാൾ ഉടൻ തന്നെ കൊട്ടാരത്തിലേക്ക് വന്നു. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല എന്ന് കേട്ടു. ശരിയാണോ സത്യരാജ്? അല്ലയോ രാജാവേ, അങ്ങ് കേട്ടത് പൂർണ്ണമായും ശരിയാണ്. ഞാൻ ജീവിതത്തിൽ ഇതുവരെയും കള്ളം പറഞ്ഞിട്ടില്ല, ഇനി ഒരിക്കലും പറയുകയുമില്ല. ഇനി ഒരിക്കലും കള്ളം പറയുകയുമില്ല എന്ന സത്യരാജിന്റെ പ്രസ്താവന രാജാവിന് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. അത് കേട്ടതും രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരിക്കലും കള്ളം പറയുകയില്ല എന്ന അങ്ങയുടെ തീരുമാനം വളരെ നല്ലതാണ്. പക്ഷെ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ നാവിൽ കള്ളം വരെ എളുപ്പം കടന്നു വരും. അതുകൊണ്ട് ഇനി അങ്ങോട്ടും വളരെയധികം ശ്രദ്ധിക്കണം. ഇതും പറഞ്ഞ് രാജാവ് സത്യരാജിനെ പോകാൻ അനുവദിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. രാജാവ് വീണ്ടും സത്യരാജിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. കൊട്ടാരത്തിലെത്തിയ സത്യരാജ് ഭടന്മാർക്കൊപ്പം നായാട്ടിന് തയ്യാറായി നിൽക്കുന്ന രാജാവിനെയാണ് കണ്ടത്. സത്യരാജിനെ കണ്ടതും രാജാവ് പറഞ്ഞു, ഞാൻ നായാട്ടിനായി പോവുകയാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. രാജ്ഞി ഇപ്പോൾ മറ്റൊരു കൊട്ടാരത്തിലാണ് ഉള്ളത്. നിങ്ങൾ അവിടെ പോയി രാജ്ഞിയോട് ഞാൻ ഇന്ന് നായാട്ടിന് പോകുന്നുവെന്നും നാളെ ഉച്ചയോടെ ഇവിടെ എത്തുമെന്നും അറിയിക്കണം. മാത്രമല്ല നാളെ ഉച്ചയ്ക്ക് എനിക്കായി വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കാനും പറയണം. ഞാൻ നായാട്ട് കഴിഞ്ഞു വന്ന് നാളെ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ശരി പ്രഭു. അങ്ങനെ രാജാവിന്റെ വാക്കുകൾ കേട്ട സത്യരാജ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. സത്യരാജ് പോയി കഴിഞ്ഞതും രാജാവ് തന്റെ ഭടന്മാരോടായി ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഇന്ന് നായാട്ടിന് പോകുന്നില്ല. മാത്രമല്ല ഞാൻ കൊട്ടാരത്തിലേക്കും നാളെ കഴിഞ്ഞേ പോകൂ. ഒരിക്കലും കള്ളം പറയില്ല എന്ന് പറഞ്ഞ സത്യരാജനെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. സത്യസന്ധനും ബുദ്ധിമാനുമായ സത്യരാജ് കൊട്ടാരത്തിലെത്തിയിട്ട് രാജ്ഞിയോട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ രാജ്ഞി, ഞാൻ രാജാവിന്റെ ദൂതുമായി വന്നതാണ്. രാജാവ് ചിലപ്പോൾ ഇന്ന് വേട്ടയ്ക്ക് പോകുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് നാളെ ഉച്ചയ്ക്ക് ചിലപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ഇവിടേക്ക് വരുമായിരിക്കും. ഇതു കേട്ട രാജ്ഞിക്ക് ദേഷ്യമായി. അവർ സത്യരാജിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പറയുന്നത്? രാജാവ് ഇന്ന് നായാട്ടിന് പോയോ? നാളെ എവിടേക്ക് വരുമെന്നോ? രാജാവിന്റെ ദൂത് എന്താണെന്ന് വ്യക്തമായി പറയൂ. രാജ്ഞിയുടെ ചോദ്യം കേട്ടതും സത്യരാജ് പറഞ്ഞു, ക്ഷമിക്കണം രാജ്ഞി, അദ്ദേഹം ഇന്ന് നായാട്ടിന് പോകുമെന്നാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പോകുന്നത് ഞാൻ കണ്ടില്ല. രാജാവ് രഥത്തിന്റെ സമീപത്ത് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. നാളെ ഭക്ഷണം കഴിക്കാൻ വരുമെന്നും പറഞ്ഞു. എന്നാൽ അദ്ദേഹം രാജാവാണ്. എപ്പോൾ വേണമെങ്കിലും തന്റെ തീരുമാനം മാറ്റാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നായാട്ടിന് പോയോ എന്ന കാര്യത്തിലും നാളെ വരുമോ എന്ന കാര്യത്തിലും എനിക്കൊരു ഉറപ്പും പറയാൻ കഴിയില്ല. സത്യരാജിന്റെ മറുപടി കേട്ട രാജ്ഞിക്ക് ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മറുപടി പറയുന്നതെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ രാജ്ഞി സത്യരാജിനോട് കൂടുതലൊന്നും ചോദിച്ചതുമില്ല. എന്നാൽ ഇതൊന്നും അറിയാത്ത രാജാവാകട്ടെ തന്റെ പദ്ധതി പ്രകാരം വരുമെന്ന് അറിയിച്ചതിലും ഒരു ദിവസം കൂടി കഴിഞ്ഞാണ് എത്തിയത്. സത്യരാജിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു രാജാവ്. സത്യസന്ധനായ ആ സത്യരാജ്
താൻ ഇന്നലെ വരുമെന്ന് കള്ളം പറഞ്ഞുവോ? രാജാവിന്റെ സന്തോഷത്തോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ രാജ്ഞിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ രാജ്ഞി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കലുമില്ല പ്രഭു. അദ്ദേഹം ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. ബുദ്ധിമാനായ ഒരാൾ ഒരിക്കലും കള്ളം പറയുകയില്ല. ഇത് കേട്ട രാജാവ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം രാജ്ഞിയോട് സത്യരാജ് എന്താണ് പറഞ്ഞതെന്ന് അന്വേഷിച്ചു. രാജ്ഞി സത്യരാജ് പറഞ്ഞത് എന്താണെന്ന് രാജാവിനോട് വിശദീകരിച്ചു. ഇത് കേട്ട രാജാവ് സത്യസന്ധനായ സത്യരാജിന്റെ ബുദ്ധിസാമർഥ്യവും മനസ്സിലായി. അദ്ദേഹം സത്യരാജിന് തന്റെ സത്യസന്ധതയ്ക്കും ബുദ്ധിസാമർഥ്യത്തിനുമുള്ള പ്രതിഫലമായി ധാരാളം സമ്മാനങ്ങൾ നൽകി യാത്രയാക്കി. പ്രഭു, എന്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് സന്ദേശം വന്നിരിക്കുന്നു. എനിക്ക് 2-3 ദിവസം അവിടെ വരെ പോകാനുള്ള അനുവാദം അങ്ങൊന്ന് നൽകണം. വേഗം പോയി വരൂ മന്ത്രി. ഒരു ഭടനെയും കൂട്ടിക്കൊള്ളൂ. കുതിരവണ്ടി ഞാൻ ഏർപ്പാടാക്കാൻ പറയാം. മന്ത്രി കുതിരവണ്ടിയിൽ നാട്ടിലേക്ക് പോയി. മന്ത്രി നാട്ടിലേക്ക് പോയതോടുകൂടി രാജാവ് ഒറ്റയ്ക്കായി. ചെക്ക്. ഇനി മന്ത്രി കളിക്കൂ. കാണട്ടെ മിടുക്ക്. മന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ചതുരംഗം കളിച്ചു, രാജ്യകാര്യങ്ങൾ സംസാരിച്ചു. രാജാവ് സമയം പോയത് അറിഞ്ഞിരുന്നില്ല. രാജാവ് ഉറങ്ങാൻ കിടന്നു. പക്ഷേ ഉറക്കം മാത്രം വന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. മന്ത്രി വന്നില്ല. രാജാവ് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ഒരു ദിവസം സഹികെട്ട് രാജാവ് കൊട്ടാരത്തിനുള്ളിലൂടെ നടക്കാനിറങ്ങി. അങ്ങുന്നെന്താ ഈ സമയത്ത്? സമയം ഒരുപാടായല്ലോ. ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല ഖജാൻജി. എന്തു പറ്റി? അറിയില്ല. 2-3 ദിവസമായി ഉറങ്ങിയിട്ട്. ഉറക്കം കിട്ടാൻ ഇപ്പൊ എന്താ ചെയ്യാ? ആ മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും വിദ്യകൾ പറഞ്ഞു തരുമായിരുന്നു. എനിക്കൊരു വിദ്യ തോന്നുന്നു. എന്താണ്? വേഗം പറയൂ. ഇത് ഞാൻ രാജകീയ നിധികൾ മിനുക്കിയെടുക്കുന്ന തുണിയാണ്. ഈ തുണി കൊണ്ട് നിധി വൃത്തിയാക്കുമ്പോഴെല്ലാം ഞാൻ മയങ്ങിപ്പോകും. ആണോ? എന്നാൽ ആ തുണി ഇനി എനിക്ക് തരൂ. ഞാൻ ചെയ്തു നോക്കട്ടെ. പക്ഷെ പ്രഭു, ആരെങ്കിലും കണ്ടാൽ? രാജാവായ ഞാനല്ലേ നിങ്ങളോട് ചോദിക്കുന്നത്. ഇങ്ങ് തരൂ. ഇനി ഞാൻ വൃത്തിയാക്കാം. ഖജാൻജി തുണി രാജാവിന് കൈമാറി. രാജാവ് ഖജാൻജിയുടെ കൂടെ തുണിയെടുത്ത് നിധി മിനുക്കാൻ തുടങ്ങി. താമസിയാതെ നാണയങ്ങൾ തിളങ്ങി, വജ്രങ്ങൾ തിളങ്ങി, നീലക്കല്ലുകൾ തിളങ്ങി. രാജാവ് അതെല്ലാം മിനുക്കി. രാജാവേ, ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ പോയി കിടന്നോട്ടെ. നിനക്ക് ഇത്ര പെട്ടെന്ന് ഉറക്കം വന്നോ? എനിക്ക് വന്നില്ലല്ലോ. ആ, ശരി ശരി, പോയി കിടന്നോളൂ. തന്റെ ജോലി പൂർത്തിയാക്കിയതിന് ഖജാൻജി രാജാവിനോട് നന്ദി പറഞ്ഞ് ഉറങ്ങാൻ പോയി. രാജാവിന് ഉറക്കം വന്നില്ല. രാജാവ് കൊട്ടാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പെട്ടെന്നാണ് അടുക്കളയിൽ നിന്നും ഒരു സ്വാദിഷ്ടമായ ഗന്ധം രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഹായ്. ഒരു പക്ഷേ സ്വാദിഷ്ടമായ ലഘുഭക്ഷണം ഉണ്ടാക്കുന്ന നമ്മുടെ പാചകക്കാരന് നമ്മെ ഉറങ്ങാൻ സഹായിക്കാൻ പറ്റുമായിരിക്കും. രാജാവ് വേഗം കൊട്ടാര അടുക്കളയിലേക്ക് പോയി. കൊട്ടാരം അടുക്കളയിൽ പാചകക്കാരൻ അടുത്ത ദിവസത്തെ റൊട്ടിക്ക് വേണ്ടിയുള്ള മാവ് കുഴയ്ക്കുന്ന തിരക്കിലായിരുന്നു. അമ്മ ഈ സമയത്ത് അടുക്കളയിൽ? സമയം ഒരുപാടായല്ലോ. ഉറങ്ങിയില്ലേ? അതോ അങ്ങേക്ക് വിശക്കുന്നുണ്ടോ? ഉറക്കം വരുന്നില്ല. അതെന്ത് പറ്റി? അറിയില്ല. 2-3 ദിവസമായി ഉറങ്ങിയിട്ട്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ദിവസവും ഉറങ്ങാറ്? ഉറക്കം കിട്ടാൻ ഇപ്പൊ എന്താ ചെയ്യാ? എന്തെങ്കിലും വഴി പറഞ്ഞു തരുമോ? ഇത്ര ഉള്ളോ കാര്യം? അതിനൊരു വിദ്യ എന്റെ കയ്യിലുണ്ട്. അടുത്ത ദിവസത്തെ റൊട്ടിക്ക് വേണ്ടി മാവ് കുഴയ്ക്കുന്ന എല്ലാ രാത്രിയിലും എനിക്ക് ഉറക്കം വേഗം വരുന്നുണ്ട്. അതിനാൽ അന്നും ഇതുപോലെ മാവ് കുഴച്ചു നോക്കും. ഉറക്കം പെട്ടെന്ന് വരും. ഇത് കേട്ട് രാജാവിന് സന്തോഷമായി. തന്റെ തൊട്ടു മുന്നിൽ ഒരു മാവ് കൂമ്പാരമായി ഒരുങ്ങുകയും ചെയ്തു. രാജാവും പാചകക്കാരന്റെ കൂടെ മാവ് കുഴയ്ക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പാചകക്കാരന്റെ പണി പെട്ടെന്ന് തീർന്നു. രാജാവേ, ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ പോയി കിടന്നോട്ടെ. നിനക്കും ഇത്ര പെട്ടെന്ന് ഉറക്കം വന്നോ? ആ, ശരി ശരി, പോയി കിടന്നോ. മാവ് ഉണ്ടാക്കിയതിന് പാചകക്കാരൻ രാജാവിനോട് നന്ദി പറഞ്ഞു ഉറങ്ങാൻ പോയി. രാജാവിന് ഉറക്കം വരാത്തതിൽ
സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. ആ അവസാനം രാജാവ് സങ്കടത്തോടെ കട്ടിലിൽ വന്ന് കിടന്നു. കിടന്നതും നമ്മുടെ ഉറക്കമില്ലാത്ത രാജാവ് ഉറങ്ങിപ്പോയി. എങ്ങനെയെന്നല്ലേ? ദിവസം മുഴുവൻ ജോലിയില്ലാത്തതിനാൽ രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തന്റെ കൊട്ടാരത്തിലെ എല്ലാവർക്കും ഉറങ്ങാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് രാജാവ് അത്ഭുതപ്പെട്ടു. എന്നിരുന്നാലും രാജാവ് തന്റെ ആളുകളുടെ ചില ജോലികൾ ചെയ്തപ്പോൾ താനേ ക്ഷീണിതനായി കിടക്കയിൽ കിടന്നയുടനെ ഉറങ്ങിപ്പോയി. കഠിനാധ്വാനം നിറഞ്ഞ ഒരു ദിവസത്തിൽ നിന്നാണ് രാത്രി നല്ല ഉറക്കം ലഭിക്കുന്നത്. ഒരു ദിവസം രാജാവും മന്ത്രിയും കൂടി പൂന്തോട്ടത്തിൽ ഇരുന്ന് സല്ലപിക്കുകയായിരുന്നു. നമ്മുടെ രാജ്യം ലോക പ്രശസ്തി ആർജിക്കണം. അതിന് നാം ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ് പ്രഭു? നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിഡ്ഢികളുണ്ട്. അവരെ നമ്മൾ കണ്ടുപിടിച്ച് തുറങ്കിലടയ്ക്കണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ രാജ്യം ബുദ്ധിയുള്ളവർ മാത്രമായി മാറും. രാജ്യം ലോക പ്രശസ്തി ആർജിക്കുകയും ചെയ്യും. ഇത് കേട്ട മന്ത്രിക്ക് പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല. പ്രഭു, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ? മന്ത്രി, ഇനി ഒന്നും ഇങ്ങോട്ട് പറയേണ്ടതില്ല. നാം തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ മുതൽ രാജ്യത്തിലെ ഏറ്റവും മോശമായ 4 വിഡ്ഢികളെ നമ്മുടെ മുന്നിൽ ഹാജരാക്കുക. ഉത്തരവ് പ്രഭു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ മന്ത്രി രാജ്യത്തെ ഏറ്റവും മോശമായ 4 വിഡ്ഢികളെ കണ്ടുപിടിക്കാൻ വേണ്ടി പുറപ്പെട്ടു. മന്ത്രി ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഒരാൾ കിണറിൽ നിന്നും വെള്ളം കോരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ അയാൾ ഓട്ടയുള്ള പാളയിലായിരുന്നു വെള്ളം കോരിക്കൊണ്ടിരുന്നത്. പാള മുകളിലേക്ക് എത്തുമ്പോഴേക്കും വെള്ളം മുഴുവൻ ചോർന്നു പോയിട്ടുണ്ടാവും. ഇത് കണ്ട് മന്ത്രി അയാളോട് ചോദിച്ചു, ഹേയ്, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്? ആ പാള മാറ്റി കെട്ടു. വെള്ളം മുഴുവൻ കിണറ്റിലേക്ക് തന്നെയല്ലേ പോകുന്നത്? നിങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. ഏയ്, അതിനൊന്നും നേരമില്ല. മുതലാളി വേഗം 2 കുടം വെള്ളം കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആ, എനിക്ക് എന്റെ ആദ്യത്തെ വിഡ്ഢിയായി. നിങ്ങൾ എന്നോടൊപ്പം കൊട്ടാരം വരെ ഒന്ന് വരണം. ഏയ്, ഇല്ലില്ല, പറ്റില്ല. കണ്ടില്ലേ, എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. ഇത് കഴിഞ്ഞ് കോഴിയെ കുളിപ്പിക്കണം. മുതലാളി അറിഞ്ഞാൽ എനിക്ക് ചീത്ത കേൾക്കും. ഞാൻ വരില്ല. രാജാവാണ് നിങ്ങളോട് കൊട്ടാരത്തിലേക്ക് വരാൻ കൽപ്പിച്ചിട്ടുള്ളത്. രാജാവിന്റെ കൽപ്പന ധിക്കരിച്ചാൽ അറിയാമല്ലോ. അങ്ങനെ അയാൾക്ക് മന്ത്രിയുടെ കൂടെ കൊട്ടാരത്തിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ അവർ കൊട്ടാരത്തിലേക്ക് പോകും വഴി ഒരാൾ കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് ഒരു ഭാണ്ഡക്കെട്ട് തലയിൽ ചുമന്നു പോകുന്നത് കണ്ടു. ഹേ, ഒന്ന് നിർത്തൂ. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? പട്ടണത്തിലേക്കാണ്. എന്താണ് ഈ തലയിലുള്ള ഭാണ്ഡക്കെട്ടിൽ? അലക്കി വൃത്തിയാക്കിയ തുണികളാണ്. അതെന്തിനാണ് നിങ്ങൾ ചുമക്കുന്നത്? കുതിരയുടെ പിറകിൽ വെച്ച് കെട്ടിയാൽ പോരെ? എന്റെ കുതിര ഒരു പെൺകുതിരയാണ്. അവൾ ഗർഭിണിയാണ്. ഈ പാവം മൃഗത്തെ ഇത്രയും വലിയ ഭാരം ചുമക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഞാൻ ആ ഭാരം എന്റെ ചുമലിൽ വെച്ചു. അപ്പോൾ അതിന് എന്റെ ഭാരം മാത്രം ചുമന്നാൽ മതിയല്ലോ. നിങ്ങൾ കുതിരപ്പുറത്ത് ഇരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ തോളിലായാലും കുതിരയുടെ പിറകിലായാലും ഭാരം തുല്യമായിരിക്കും. രണ്ടും നിങ്ങളുടെ ഈ കുതിര തന്നെയാണ് ചുമക്കുന്നത്. എന്നാൽ പകുതി ഭാരം സ്വന്തം ചുമലിൽ വഹിക്കുകയാണെന്ന് ആ മനുഷ്യൻ വാശി പിടിച്ചു. ഇതാ മറ്റൊരു വിഡ്ഢി. എന്തായാലും വരൂ, നമുക്ക് രാജാവിനെ ഒന്ന് പോയി കാണാം. അങ്ങനെ എല്ലാവരും കൂടി രാജാവിനെ കാണാൻ വേണ്ടി യാത്ര തിരിച്ചു. വിഡ്ഢികളെ 2 പേരെയും മന്ത്രി രാജാവിന് മുന്നിൽ ഹാജരാക്കി. പ്രഭു, ഇതാ നിങ്ങൾ പറഞ്ഞ വിഡ്ഢികൾ. ഞാൻ താങ്കളോട് 4 വിഡ്ഢികളെ കൊണ്ടുവരാനല്ലേ ആവശ്യപ്പെട്ടത്? എവിടെ ബാക്കി 2 4 വിഡ്ഢികളിൽ 2 പേര് ഇവിടെ തന്നെ ഉണ്ട് പ്രഭു. ഇവിടെയോ? എവിടെ? നാം കാണുന്നില്ലല്ലോ. അറിയുന്നത് കൊണ്ടൊന്നും തോന്നരുത് പ്രഭു. 3ാമത്തെ വിഡ്ഢി താങ്കൾ തന്നെയാണ് രാജാവേ. വിഡ്ഢികളെ കാണാൻ ഒരു വിഡ്ഢിക്കല്ലാതെ വേറെ ആർക്കാണ് താല്പര്യമുണ്ടാവുക? ഒരു ജ്ഞാനിയായ ചക്രവർത്തി തന്റെ സാമ്രാജ്യത്തിൽ ജ്ഞാനികളുണ്ടോ എന്ന് വേണം ആദ്യം അറിയാൻ. പിന്നെ ഞാൻ 4ാമത്തെ വിഡ്ഢിയാണ്. ഞാൻ നിങ്ങളുടെ വിഡ്ഢിത്തമായ കൽപ്പനകൾ കേൾക്കുകയും അവ നടപ്പിലാക്കാൻ സമയം പാഴാക്കുകയും ചെയ്യുന്നു. ഒരു വിഡ്ഢി മാത്രമേ വിഡ്ഢിയുടെ കൽപ്പനകൾ അനുസരിക്കുകയുള്ളൂ. അത് എന്നെ 4ാമത്തെ വിഡ്ഢിയാക്കുന്നു. ഇത് കേട്ട് രാജാവ് ചിരിച്ചു. രാജാവിന്റെ വിഡ്ഢിത്തമോർത്ത് രാജാവ് പശ്ചാത്തപിച്ചു. അങ്ങനെ മന്ത്രിയുടെ ബുദ്ധി വീണ്ടും തിളങ്ങി.